ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഫിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ കല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇത് അതിനായിട്ട് ഞാനിവിടെ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ചതക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാനിലേക്ക് ഞാൻ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ നമ്മൾ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറിൽ തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 8-10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് അങ്ങ് ചതക്കിയെടുക്കുക. അതേപോലെ തന്നെ ഇഞ്ചി ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതും കൂടെ ആ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മീഡിയം സൈസുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണം. ഇനിയാണ് ഇതിലേക്കുള്ള മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. കാന്താരി മുളകാണ്. കാന്താരി മുളക് ഇതേപോലെ തന്നെ നമ്മൾ കല്ലിലിട്ട് നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയാലാണ് അത് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരല്പം ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങ വലുപ്പത്തിൻ്റെ അത്രയുള്ള ഒരു പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയിലയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 കഷ്ണം അയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ 2 സൈഡും വെന്ത് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വറ്റിച്ചതാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ആ ഒരു സമയം വരെ നമ്മൾ ഇതുപോലെ അങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നേ ഒന്നങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുബൂസിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയിലൂടെ വീണ്ടും കാണാം. താങ്ക്